എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പടവലങ്ങ കൊണ്ട് കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യമേ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 തരം പരിപ്പുകൾ 15 മിനിറ്റ് കുതിർത്തതിന് ശേഷമാണ് ചേർത്തിരിക്കുന്നത്. കടലപ്പരിപ്പ്, തുവരപ്പരിപ്പ്, ചെറുപരിപ്പ്. അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് ഒരു മൂടിയിട്ട് അടച്ചതിന് ശേഷം വേവാൻ വയ്ക്കുക. മൺചട്ടിയിൽ വെച്ചിരിക്കുന്ന കാരണവും പിന്നെ പരിപ്പ് കുതിർത്തതിന് ശേഷം വേവാനിട്ടത് കാരണവും എനിക്ക് 10 മിനിറ്റിൽ പരിപ്പ് വെന്ത് കിട്ടി. അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ, ഉള്ളി, തക്കാളി, പച്ചമുളക്, ചിരകിയ നാളികേരവും ചേർത്ത് കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കുക. പടവലങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. എനിക്ക് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയായി. ഇനി അവസാനമായി ഇതിനൊരു താളിപ്പ് കൊടുക്കണം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. ഉഴുന്ന് പരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് പെരുങ്കായപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് ഈ കൂട്ടിന് നല്ലൊരു സ്വാദ് കൊടുക്കും കേട്ടോ. അവസാനമായി കുറച്ച് നെയ്യ് ഇടുന്നുണ്ട്. അടച്ചു വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ കൂട്ട് റെഡി. ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കൂട്ട് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് വെള്ളം പോലെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ.